അല്ല സന്ധ്യേ, നീ എന്താ അമ്മനെ വിളിക്കാത്തെ? ഞാൻ എന്തിനാ അമ്മനെ വിളിക്കുന്നത്? അമ്മ അഞ്ജുവിന്റെ അടുത്ത് പോയതല്ലേ. എന്നാലും നിനക്ക് വിളിച്ചു നോക്കിയൂടെ? അമ്മ ഇതാ വിളിച്ചിട്ട് പരാതി പറഞ്ഞോളൂ, നീ തീരെ വിളിക്കുന്നില്ല പറഞ്ഞിട്ട്. തീരെ വിളിക്കാതെ നിർന്നിട്ടില്ലല്ലോ. പോയിട്ട് 10 ദിവസം ആകുമ്പോഴത്തേക്ക് 3 തവണ ഞാൻ അങ്ങോട്ട് വിളിച്ച് അന്വേഷിച്ചിട്ടുണ്ട്. പിന്നെ അമ്മ ഇവിടെ ഇരിക്കാൻ പറ്റില്ല, കുഞ്ഞിനെ നോക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ടല്ലേ അഞ്ജുവിന്റെ അടുത്ത് പോയത്. ഇനി ഞാൻ എന്ത് ചെയ്യാനേട്ടാ? വെറുതെ ഇരിക്കല്ലോ, എനിക്ക് ഓഫീസിൽ പോകണം, അതിനിടയ്ക്ക് കുഞ്ഞിന്റെ എല്ലാ കാര്യങ്ങളും നോക്കണ്ടേ. നീ പാവം നോക്കണ്ട, ഒന്ന് വിളിച്ചു നോക്കടി, അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. ഞാൻ തന്നെ അങ്ങോട്ട് വിളിക്കണമെന്നൊന്നുമില്ലല്ലോ. അമ്മന്റെ അടുത്ത് ഫോണും കാര്യങ്ങളൊക്കെ ഇല്ലേ. ഇങ്ങോട്ട് വിളിച്ചാ എന്താ? വിളിച്ചാൽ ഞാൻ എടുക്കുമല്ലോ. അതെന്താ മരുമോളിനെ വിളിക്കുന്നത് അത്ര കുറവുള്ള കാര്യാ? എടാ, നിങ്ങൾ രണ്ടും കൂടി ഇങ്ങനെ തുടങ്ങി ഞാൻ എന്താക്കാനാ? ഇപ്പൊ അങ്ങോട്ട് വിളിച്ചു പറഞ്ഞിട്ട് നിനക്ക് നഷ്ടപ്പെടാന്നല്ലോ. നീ ഒന്ന് വിളിക്കാദ്യം. അത് ഞാൻ വിളിക്കാം. കല്യാണം കഴിഞ്ഞിട്ട് 5 വർഷമല്ലേ. ഇത്രയും കാലത്തിനിടയ്ക്ക് എത്ര തവണ നിങ്ങൾ എന്റെ വീട്ടുകാരെ വിളിച്ച് അന്വേഷിച്ചിട്ടുണ്ട്? അവര് ഇങ്ങോട്ട് വിളിച്ചാ അതൊട്ട് എടുക്കൂല്ലല്ലോ. ഇപ്പൊ 2 ദിവസമായിട്ട് അച്ഛനെന്തോ വയ്യാണ്ട് കിടക്കുന്നുണ്ട്, ഒന്ന് വിളിച്ച് അന്വേഷിക്കേ. നിന്നോടൊന്നും നിന്നോട് പണ്ടല്ലേ പോയായിരുന്നു. സ്വന്തം അച്ഛനെയും അമ്മനെയും പെങ്ങളിനെയൊക്കെ വിളിച്ച് അന്വേഷിക്കണം. ഞാൻ എന്താ അനാഥ മഠത്തിൽ നിന്ന് വന്നതാ? ആരും ഇല്ലാത്ത പോലെ.